ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയായ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ബി.ജെ.പിയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസമായി ഏഷ്യാനെറ്റ് ന്യൂസിലെ അന്തിച്ചർച്ച കൃത്യമായും സംഘിവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇത്രയും നാളും നിഷ്പക്ഷത കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ ചാനൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് കാവി അണിയുന്ന ഒരു രാഷ്ട്രീയ രീതി, ജനം ടി വിയേക്കാളും വലിയ സംഘപരിവാർ ആഭിമുഖ്യത്തോടു കൂടി രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണമായും എഡിറ്റോറിയൽ ബോർഡ് വിധേയപ്പെടുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അതായത് കോൺഗ്രസിനെ അള്ളുവെക്കാനും കോൺഗ്രസിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും പരിശ്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് മാറുകയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാളും CPIM-നെതിരെ ജനദ്രോഹ നടപടിക്കെതിരെ ഏഷ്യാനെറ്റ് മുഖം തിരിച്ചെങ്കിൽ ഇപ്പോഴിതാ CPIM-നോട് അനുഭാവപൂർവമായിട്ടുള്ള നീക്കമെടുക്കാൻ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിക്കുകയാണ്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശപ്രകാരം എഡിറ്റോറിയൽ പോളിസിയിലും മാറ്റം വരുത്തുന്നു. ഇതിൻ്റെ പേരിൽ നിരവധിയായ ആളുകൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർമാർ ഉൾപ്പെടെ രാജിസന്നദ്ധതയുമായി രംഗത്ത് വരികയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരുപക്ഷെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം, 24-ൽ അത്തരത്തിൽ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിൻ്റെ പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കാര്യത്തിലും ഈ വിഷയം അവിടെ അതേ രീതിയിൽ തന്നെ പ്രതിഫലിക്കപ്പെടുകയാണോ എന്ന വലിയ സംശയം ഉണ്ടാവുകയാണ്. മുൻനിര മാധ്യമ ശൃംഖല എന്ന രീതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ സത്യസന്ധമായ വാർത്തകൾ കേൾക്കാനായി പല പൊടിപ്പും തൊങ്ങലും വയ്ക്കുന്ന വാർത്തകളെക്കാളും ഏറെ പ്രാധാന്യത്തോടു കൂടി, ഉത്തരവാദിത്വത്തോടു കൂടി, നേരോടെ നിർഭയം നിരന്തരം എന്ന ആപ്തവാക്യവുമായാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കാലം ഇത്രയുമായും പ്രവർത്തിക്കുന്നത്. മലയാളത്തിലെ ആദ്യ സ്വകാര്യ TV ചാനലാണ് ഏഷ്യാനെറ്റ്. അതിൻ്റെ ന്യൂസ് പതിപ്പ്, പൂർണ്ണമായും ന്യൂസ് പതിപ്പിലേക്ക് ആദ്യം കൊണ്ടുവന്ന ന്യൂസ് ചാനൽ, ആ ന്യൂസ് ചാനലിലാണ് രാജീവ് ചന്ദ്രശേഖർ പ്രമുഖ ഓഹരിയെല്ലാം വാങ്ങിക്കൂട്ടിയത്. നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ BPL കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിൽ നിന്നും BPL കമ്പനിയുടെ പ്രധാനപ്പെട്ട ഷെയറുകൾ വാങ്ങിയെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ജൂപ്പിറ്റർ കമ്പനി സ്ഥാപിച്ചതെന്നും പിന്നീട് അത് വൻകിട കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് ലയിപ്പിച്ചത് എന്നതുമുള്ളതും BJPയെ കോർപ്പറേറ്റ് വൽക്കരിക്കുകയും ഏഷ്യാനെറ്റ് ന്യൂസിനെ BJPയുടെ മൗത്ത് പീസാക്കി മാറ്റുകയും ചെയ്യുന്നതിലൂടെയാണ് കേരളത്തിൽ വീണ്ടും വർഗീയ രാഷ്ട്രീയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം നടക്കുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷവും BJPയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടാക്കാൻ ഏറ്റവും മികച്ച നെഗോഷിയേറ്ററായി, ഏറ്റവും മികച്ച രീതിയിൽ വിലപേശൽ നടത്താൻ കഴിവുള്ള ആളായി, ഒരു മധ്യസ്ഥനായാണ് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രത്തിലുള്ള BJP നേതൃത്വം കാണുന്നതെന്ന് വ്യക്തം.